നമുക്കറിയാം, അമേരിക്കയിലെ വിദേശ തൊഴിലാളികൾ ഏറെ ആശ്രയിക്കുന്ന ഒന്നാണ് H1B വിസ. ഈ വിസയുടെ 2026 പ്രാരംഭ രജിസ്ട്രേഷൻ മാർച്ച് 4 ആരംഭിക്കുകയാണ്. എന്നാൽ ഇത്തവണ വിസ ഫീസിൽ വരുത്തിയ അവിശ്വസനീയമായ വർധനവ് അപേക്ഷകരെയും കമ്പനികളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. $1,00,000 എന്ന ഭീമമായ തുക ഫീസായി നിശ്ചയിച്ച ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ ഉത്തരവ് തൊഴിൽ വിപണിയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സാമ്പത്തിക ഭാരവും വലിയ കുടിയേറ്റ നിയമങ്ങളും കാരണം ഇത്തവണ അപേക്ഷകരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത് വിസ നടപടികളിൽ പുതിയൊരു അനിശ്ചിതത്വത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അമേരിക്കയുടെ താൽക്കാലിക വർക്ക് വിസയായ H1B വിസയുടെ പ്രാരംഭ രജിസ്ട്രേഷൻ മാർച്ച് മാസം 4 ആരംഭിക്കുന്നത് പലർക്കും ആശ്വാസവും എന്നാൽ ചിലർക്കൊക്കെ ആശങ്കയുമാണ് നൽകുന്നത്. ഈ വർഷം കുറഞ്ഞ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. അതിനുള്ള പ്രധാന കാരണം H1B വിസയുടെ ഫീസ് നേരത്തെ സൂചിപ്പിച്ച പോലെ $1,00,000 ആക്കി ട്രംപ് ഉയർത്തിയതാണ്. അതുതന്നെയാണ് അപേക്ഷകരെ പിന്നോട്ടടിക്കുന്നത്. പുതിയ $1,00,000 ഫീസും തൊഴിൽ വിപണിയിലെ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ഈ വർഷം രജിസ്ട്രേഷൻ കുറയും. മാർച്ച് 4 പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന രജിസ്ട്രേഷൻ മാർച്ച് 19 ഉച്ച വരെ നീണ്ടു നിൽക്കും. ഇക്കാലയളവിൽ അപേക്ഷകർ അഥവാ അമേരിക്കൻ കമ്പനികൾ അവർ നിർദ്ദിഷ്ട തസ്തികയിൽ നിയമിക്കാൻ ഉദ്ദേശിക്കുന്ന ഗുണഭോക്താക്കളുടെ രജിസ്ട്രേഷൻ നടത്തുകയും രജിസ്ട്രേഷൻ ഫീസായ $215 അടയ്ക്കുകയും വേണം. ആരോഗ്യ തെരഞ്ഞെടുത്തു എന്നത് സംബന്ധിച്ച് മാർച്ച് 31 അറിയാൻ സാധിക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവർ അമേരിക്കയ്ക്ക് പുറത്താണെങ്കിൽ $1,00,000 ഫീസായി നൽകേണ്ടി വരും. അതേസമയം എത്ര കമ്പനികൾ $1,00,000 ഫീസ് നൽകാൻ തയ്യാറാകും എന്നത് വരും മാസങ്ങളിൽ കണ്ടറിയണം. ഇത്രയും ഭീമമായൊരു തുക നൽകി കമ്പനികൾ എത്ര പേരെ എടുക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അതുതന്നെയാണ് പല ആശങ്കകൾക്കും പ്രധാനപ്പെട്ട കാരണം. ചില കമ്പനികൾ ഫീസ് നൽകാൻ തയ്യാറായിക്കൊണ്ട് അവരുടെ വിസ ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യുമെന്നാണ് വിവരം. കൂടാതെ $1,00,000 ഫീസിനെതിരെ 2 കേസുകൾ നിലവിലുള്ളതിനാൽ കോടതി ഇത് തടഞ്ഞേക്കുമെന്നും ചില കമ്പനികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. H1B വിസ ഫീസ് നിലനിർത്തുന്ന വിധി കോടതി പ്രഖ്യാപിക്കുകയും തങ്ങളുടെ ഗുണഭോക്താവ് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്താലും ചില കമ്പനികൾ അന്തിമ അപേക്ഷ സമർപ്പിക്കില്ലെന്ന റിപ്പോർട്ടുമുണ്ട്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഈ വർഷം വീണ്ടും ഒരു H1B വിസ നറുക്കെടുപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ആദ്യ റൗണ്ടിൽ ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുകയും എന്നിട്ട് കമ്പനികൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്താൽ, പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഈ വർഷം ഒരു 2ാം നറുക്കെടുപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയ H1B വിസ രജിസ്ട്രേഷൻ ഫോമിലെ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രക്രിയ റാൻഡം നറുക്കെടുപ്പ് ആയിരിക്കില്ല എന്നാണ് സൂചനകൾ. ഉയർന്ന വൈദഗ്ധ്യമുള്ളതും ഉയർന്ന ശമ്പളം വാങ്ങുന്നതുമായ തൊഴിലാളികൾക്ക് മുൻഗണന നൽകും. പുതിയ രജിസ്ട്രേഷൻ ഫോമിൽ ഗുണഭോക്താവിന്റെ പേര്, ജനനതീയതി, രാജ്യം, പാസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടാകും. ഇവയെല്ലാം മുൻ ഫോമുകളിൽ ഉണ്ടായിരുന്ന പൊതുവായ ചോദ്യങ്ങളാണ്. എന്നാൽ ഈ വർഷത്തെ പുതിയ ചോദ്യം വേതന നിലയെ കുറിച്ചായിരിക്കും. ഈ വിഭാഗത്തിൽ അപേക്ഷകർ 1, 2, 3 അല്ലെങ്കിൽ 4 എന്നിവയിൽ നിന്ന് തിരഞ്ഞെടുക്കണം. ഉദ്ദേശിക്കുന്ന തൊഴിൽ മേഖലയെ കുറിച്ചുള്ള മറ്റൊരു പുതിയ ചോദ്യവുമുണ്ട്. എന്നാൽ ഇതിന് ഓപ്ഷനുകൾ ഒന്നും നൽകിയിട്ടില്ല. ഒരു ടെക്സ്റ്റ് ബോക്സ് മാത്രമാണ് ഉള്ളത്. H1B വിസയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന നിയമപരമായ തർക്കങ്ങളും കടുത്ത ഫീസ് വർധനയും അമേരിക്കൻ കുടിയേറ്റ നയത്തിലെ കടുപ്പമേറിയ മാറ്റങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. $1,00,000 ഫീസിനെതിരെയുള്ള കോടതി വിധികൾ വരും മാസങ്ങളിൽ നിർണായകമാകും. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി ട്രംപ് കൊണ്ടുവന്ന ഈ നിയന്ത്രണങ്ങൾ IT മേഖലയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകളെ വലിയ രീതിയിൽ ബാധിക്കാനിടയുണ്ട്. അപേക്ഷകർ കൃത്യമായ വിവരങ്ങൾ ഫോമിൽ നൽകുന്നതിനൊപ്പം നിലവിലെ നിയമപരമായ മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വേണം. അതെ, ട്രംപ് കൊണ്ടുവന്ന മാറ്റങ്ങൾ അമേരിക്കയെ മാത്രമല്ല ലോകത്തിനെ മൊത്തത്തിലാണ് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ നമുക്കറിയാം, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്ന് NRI പണം തന്നെയാണ്. വിദേശത്ത് നിന്നും NRI പണം ഒരുപാട് വരുന്നുണ്ട്. ഇന്ത്യയിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ, അതിന്റെ വലിയൊരു ഗുണഭോക്താവ് തന്നെയാണ് നമ്മളെല്ലാവരും. വിദേശ പണം വരുന്നത് കുറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായാലോ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നല്ല രീതിയിൽ ബാധിക്കും. ഒരുപാട് ഈ NRI ഫണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരെല്ലാം മൊത്തത്തിൽ ബാധിക്കും. മാത്രമല്ല IT മേഖല, നമുക്കറിയാം IT മേഖല കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതം മാറുകയും രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയും ഗൾഫ് കൺട്രീസിലും ഒക്കെ ഒരുപാട് IT പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തെ ഈ ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങൾ ബാധിക്കും. അപ്പൊ ഇനി അമേരിക്കയിൽ പോകാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചാല് അമേരിക്കയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് മറ്റ് രാജ്യത്ത് നിന്ന് അവിടെ ജോലിക്ക് എത്തുന്നവരുടെ കാര്യത്തിൽ
പുതിയ പുതിയ പരിഷ്കാരങ്ങളും നിയമങ്ങളും ഒക്കെയാണ് ട്രംപ് ഭരണകൂടം കൊണ്ടുവരുന്നത്. അത് എല്ലാവരെയും ബാധിക്കുന്നുണ്ട്.